ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു CGPA എങ്ങനെയായിരുന്നു, എൻ്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് മൊത്തത്തിലുള്ള CGPA എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാൾ രണ്ടു മൂന്നെണ്ണം ചോദിച്ചു, അതായത് ഒന്ന് രണ്ട് പേരുടെ അടുത്ത് ചോദിച്ചു അതൊന്ന് പറയാമോ. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദിച്ച ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു മോട്ടിവേഷൻ ആവത്തില്ലേ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ലൊരു 9 ഇപ്പോൾ CGPA മേടിക്കുന്നവരാണെങ്കിൽ അവരത് കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു നോർമലായിട്ട് എന്താണ് ഒരു 8-8.5 ആ റേഞ്ചൊക്കെയാണ് എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 9 ആവാൻ എളുപ്പം. അപ്പൊ അതായത് ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു 9 നമ്മളെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വെച്ചിട്ടല്ല, നമ്മുടെ ഒരു CGPA ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടി എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം. ഇപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നത്. അപ്പൊ ഇത് കുറച്ച് ടിപ്പായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ആവും, നിങ്ങളുടെ CGPA നിങ്ങൾക്ക് പുഷ് ചെയ്യാം. പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ CGPA എല്ലാം എനിക്ക് കിട്ടിയ CGPAകളാണ്. പക്ഷെ ഇതിൽ ഒരു 3 CGPA മാത്രമേ ഞാൻ അത് റിമെമ്പർ ചെയ്യുന്നുള്ളൂ. അതായത് ഒന്നാമത് എനിക്ക് ആദ്യം കിട്ടിയ 9.35ഉം S4 കിട്ടിയ 8.98ഉം SIT കിട്ടിയ 10. പക്ഷെ ഇതൊരിക്കലും 10 കിട്ടിയതുകൊണ്ടല്ല റിമെമ്പർ ചെയ്യുന്നത്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് S8 അല്ല, സോറി, S7 ഇത്. അപ്പോഴത്തേക്കും ഈ 3 CGPA ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, എല്ലാവരും ആവറേജ് എന്താണ്, നമ്മൾ ഇപ്പോൾ പരീക്ഷ എഴുതിയാലും ഒരു 9.5 ഇടയ്ക്ക് വരും, അല്ലെങ്കിൽ ഒരു 9 റേഞ്ച് വരും എന്നുള്ളത് പ്രൂവൺ ആണ്. അതുകൊണ്ട് നമുക്കതൊരു അതിശയമില്ല, നമുക്കത് സ്ഥിരം കിട്ടുമ്പോൾ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കത് സ്ഥിരം കിട്ടി, നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന് 9 എബോ കിട്ടുന്നുണ്ടെങ്കിൽ 9 ഒരു വലിയ കാര്യമില്ല. കാരണം എൻ്റെ ക്ലാസ്സിൽ മൊത്തം 9 ആയിരുന്നു. കാരണം ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 3 റോ ആയിരുന്നു നമ്മളെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇവിടെ ഓരോ റോയിലും 5 ഉണ്ട്. ഇവിടുന്ന് ഈ ബാക്ക് ബെഞ്ചേഴ്സ് 9 ഒരുപാടുണ്ട്. ഈ ഫ്രണ്ട് 3 ബെഞ്ചും 9 ആണ്. എൻ്റെ ബെഞ്ചിൽ ഞാൻ ഒരാളെ മിക്കവാറും കാണത്തുള്ളൂ, ബാക്കി ആരും എൻ്റെ കൂടെ ഇരിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് 9 ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റോയിൽ 9 ആണ്, ഈ ഒരു റോയിൽ മിക്കവാറും 9 ആണ്. ഇവിടെയൊക്കെ പിന്നെയും തിരിച്ചും 1, 2, 3 9 ആണ്. അതായത് ക്ലാസ് മൊത്തം ഓവറോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവരും 9 ആണ്. ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഒരു സർക്കിള് 9 ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി 9 ആവും. അപ്പൊ അതൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഗ്രൂപ്പ് ചെയ്യേണ്ടെന്നല്ല, ആ ഒരു ഗ്രൂപ്പ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു CGPA നിൽക്കും. അപ്പൊ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറെ വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ മിസ്ലീഡിങ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സബ്ജക്ട് എങ്ങനെ പഠിക്കാം, അങ്ങനെ പഠിക്കാം. അപ്പൊ അവിടെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക. അവർ പറയുന്ന സ്ട്രാറ്റജി കറക്റ്റ് ആണോ അല്ലെന്ന് അറിയാൻ അവർ എടുത്തൊരു CGPA അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അവരുടെ തന്നെ എൻക്വയറി ചെയ്യുക. കാരണം അങ്ങനെ പറയുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി എന്റെ കേസിൽ വർക്കൗട്ട് ആയതാണ്. അത് വർക്കൗട്ട് ആവാത്തൊരു കേസ് ആണെങ്കിൽ നമ്മളത് നോക്കുമ്പോൾ നമ്മളത് മിസ്ലീഡ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കാണുവാണെങ്കിൽ അവരുടെ അതെന്റിസിറ്റി നിങ്ങൾ സെർച്ച് ചെയ്യും. ഇവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത് S1, S4, S7 സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന് ഞാൻ പറയാം. ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമിസ്റ്ററും എങ്ങനെയെങ്കിലും കിടന്ന് 9 എടുക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ എന്താണ് 2 സെമിസ്റ്റർ കൺസിക്യൂട്ടീവ് എടുക്കുമ്പോൾ നിങ്ങൾ 9 എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ +2 ബേസ് സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. ഈ ഒരു ഫസ്റ്റ് സെമിസ്റ്ററിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ബേസ് സ്ട്രോങ് ആണ്. പക്ഷെ തേർഡ് സെമിസ്റ്റർ തൊട്ട് എഞ്ചിനീയറിംഗ് മൊത്തത്തിൽ മാറും. അതായത് നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സെമിസ്റ്റർ ഭയങ്കര എളുപ്പം, സെക്കൻഡ് സെമിസ്റ്റർ ഭയങ്കര എളുപ്പം, തേർഡ് ആകുമ്പോൾ നിങ്ങൾ കോറിലോട്ട് കയറുക, അന്നേരം സബ്ജക്ട് ടഫായിട്ട് മാറും. അപ്പൊ അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് 2 സെമിസ്റ്ററിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും 9 എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിൽ നടക്കുന്നത്, എങ്ങനെയെങ്കിലും 1 മാസം കൊണ്ട് നിങ്ങൾ അത് 9 എടുക്കാൻ നോക്കും. ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് സെമിസ്റ്റർ നിങ്ങൾ 9 എടുക്കും. 2 9 എടുത്തു കഴിഞ്ഞാൽ 3 നിങ്ങൾക്ക് 9 ഷുവർ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8.5 എബോ ഷുവർ ആയിട്ടും കിട്ടും. നിങ്ങളുടെ ഒരു CGPA 8.5 താഴെ താരത്തില്ല. അപ്പൊ അതാണ് പറയേണ്ടത്. ആദ്യത്തെ 2 ഇതിലും മെയിൻറ്റെയിൻ ചെയ്യുന്ന കൺസിസ്റ്റൻസി മൂന്നാമത്തേൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ആദ്യത്തെ 2 സെമിസ്റ്ററിൽ എങ്ങനെയും എടുക്കുക. അപ്പൊ ഇത് നിങ്ങളെ +2 ബേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ +2 കുറച്ചും കൂടി ഫോക്കസ് ചെയ്തും കൊണ്ട് പഠിക്കുക. ഇപ്പോഴേ നിങ്ങൾക്ക് കുറച്ചൊക്കെ +2 എന്താണ് മാത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ നിങ്ങൾക്ക് കയറിപ്പോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റേണൽ മാർക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കിട്ടിയത് കിട്ടിയെല്ലാം ആഡായി. ഞാനത് പക്ഷേ ആദ്യമേ വീഡിയോ ഇടുമായിരുന്നു ഇന്റേണൽ മാർക്ക് നോക്കാന്നുള്ളത്. ഈ ഒരു സെമിസ്റ്റർ സ്പെഷ്യലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്റേണൽ മാർക്ക് അങ്ങ് താഴെ പോയി. 2-3 പേപ്പർ ഉണ്ടായിരുന്നു, എത്ര എഴുതിയാലും ഇന്റേണൽ മാർക്ക് കിട്ടാത്ത രീതിയിൽ. അതായത് ചിലപ്പോൾ അത് നമ്മുടെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ സാറുമാരുടെ പ്രശ്നമായിരിക്കാം. പല ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് മാർക്ക് കിട്ടുന്നത് ഒരിക്കലും നമ്മുടെ പാർട്ട് കൊണ്ടല്ല. ചില സാറുമാർ മാർക്ക് തരത്തില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ എൻ്റെ ക്ലാസ്സിലുള്ള ഒരുത്തനും ഞാൻ പറയുന്ന മെത്തേഡ്സ്, ഫസ്റ്റ് ഇന്റേണലാണ് 45 മാർക്ക് കിട്ടിയ 50.
അപ്പോൾ അവൻ്റെ ടീച്ചർ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ അവൻ എന്താണ്, നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡല്ല വേറെ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവൻ അടുത്ത ഇന്റേണലിൽ അവൻ നല്ലപോലെ എഴുതിയിട്ട് 45 എബോ എഴുതിയിട്ട് അവന് 32 മാർക്ക് ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്, ഞാൻ പഠിപ്പിച്ച കണക്ക് എഴുതിയില്ല, അതുകൊണ്ട് മാർക്ക് തരാൻ പറ്റത്തില്ല. കാരണം അതേപോലെ എഴുതണമെന്നില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കോംപ്ലക്സ് ആണ് സാറുമാരെ സംബന്ധിച്ചിട്ടുള്ളത്. കാരണം നല്ല സാറുമാരാണെങ്കിൽ വാലിഡ് ആയിട്ട് കേറ്റീവ് ഇന്ന മെത്തേഡാണെന്ന് പറഞ്ഞ് അവർ ഇറക്കുന്നില്ല. കാരണം ഒരു ടെസ്റ്റ് ഇറക്കുന്നില്ലല്ലോ. അവർ ടെസ്റ്റ് ഇറക്കിയാൽ ആ ടെസ്റ്റിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. അവർ ടെസ്റ്റ് ഇറക്കാത്തിടത്തോളം സ്റ്റാൻഡേർഡ് ബുക്ക് കിടക്കുന്ന ഏതൊരു മെത്തേഡും വാലിഡാണ്. കാരണം ഞാൻ പഠിപ്പിച്ചിട്ട മെത്തേഡെല്ലാം വാലിഡാണ്. അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഇതൊരു എക്സാമ്പിൾ ആ ഒരു കോളേജിൽ നടന്നതാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറാണെങ്കിൽ ഇട്ടൊന്നും പഠിപ്പിക്കത്തുമില്ല. അതുകൊണ്ടാണ് അവൻ ക്ലാസ്സിൽ വരേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ മാർക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നൊരു സാറല്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന സാറുമാർ നല്ല സാറുമാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു CGPA കിട്ടാനൊരു മാക്സിമം സ്കോപ്പ് ഉള്ളൂ. കാരണം എന്താണ്, എഴുതി ഇന്റേണലിന് ലിബറലായിട്ട് അല്ലെങ്കിൽ എന്താണ് ന്യായമായിട്ടുള്ള രീതിയിൽ സാറുമാർ ചെക്ക് ചെയ്താലേ ഇന്റേണൽ കയറത്തുള്ളൂ. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാറുമാർക്ക് ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവർ ഇന്റേണൽ വെട്ടിക്കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അതിനകത്ത് വോയിസ് കിട്ടാനൊന്നും കാണത്തില്ല. അപ്പോൾ അവിടെ ഈ ഒരു ഫാക്ടറും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു CGPA കിട്ടുന്നത്. ഈ +2 പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ +2 പഠിപ്പിച്ച് വിട്ടത് ആരാണോ നിങ്ങളെ ട്യൂഷൻ സാറുമാർക്ക് അവർക്കൊരു ഭയങ്കര റോളും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ +2 ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത്, അപ്പം ഇത് ശരിക്കും എന്താണ്, ആദ്യത്തെ 2 സെമിസ്റ്റർ നിങ്ങൾ +2നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ +2 നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പാടാണെങ്കിൽ അതിൻ്റെ +2 ടോപ്പിക്ക് ഒരു 2-3 ദിവസം എടുത്ത് വെച്ച് എങ്കിലും കവർ ചെയ്യാൻ നോക്കുക, ആ വേണ്ടുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്റർ ആദ്യത്തെ 2 സെമിസ്റ്റർ നല്ലപോലെ പിടിക്കാം. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ CGPA ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ സെമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്ന് കോളേജിൽ കയറി ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ എൻ്റെ സീനിയർ പറഞ്ഞ കാര്യം, അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. കോളേജിൽ കയറുന്നത് വരെ ഞാൻ സ്കൂളിൽ റെഗുലറായിട്ട് പോകത്തില്ലായിരുന്നു, ട്യൂഷൻ ഞാൻ റെഗുലറായിട്ട് പോകായിരുന്നു. അപ്പോഴത്തേക്കും സ്കൂളിൽ റെഗുലറായിട്ട് പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കോളേജിലായി, ഇനി ട്യൂഷനൊന്നുമില്ല, എല്ലാ ക്ലാസ്സും കയറുക, 6 സബ്ജക്റ്റ് 6 നോട്ട് കീപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു എയിമിലാണ് കോളേജിൽ കയറിയത്. പക്ഷേ എന്താണ്, ആദ്യത്തെ സെമിസ്റ്റർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. കാരണം നിങ്ങൾ ഇന്റേണൽ മാർക്ക് അറ്റൻഡൻസിന്റെ മാർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെമിസ്റ്റർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച് വിടാനൊരു സാറില്ല. ഇവിടെ നമ്മൾ പരീക്ഷ എഴുതി കിട്ടി. അപ്പോൾ ഈ ഒരു സെമിസ്റ്റർ വന്നപ്പോൾ നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞതിൽ ഓപ്പോസിറ്റാണ്. സീനിയേഴ്സ് പറഞ്ഞത് മൊത്തം സപ്ലി അടിച്ച് ഒരു പരി പോകും, പിന്നെ എങ്ങനെയും തോറ്റ് പാസ്സായാൽ മതി എന്നുള്ള ചിന്ത. ഈ ഒരു ഇത് കിട്ടിയതാണ് നമുക്ക് ബിടെക്കിന് എനിക്ക് ആദ്യം കിട്ടിയൊരു കോൺഫിഡൻസ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾക്ക് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും, എത്രത്തോളം പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ ഒരു റേഞ്ചിൽ തന്നെ അടുത്ത സെമിസ്റ്ററിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഞാൻ താരാതെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണ്, 9 കിടന്ന ഒരാൾ 8.98 വരുമ്പോൾ നമ്മുടെ സർക്കിളിലുള്ള എല്ലാവർക്കും 9 അബോ CGPA, 9.5, 9.3, നമുക്ക് 8.98 ആയി. പക്ഷെ അതെന്താണ് 9 തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കത്തുള്ളൂ, ആദ്യത്തെ ഒരു ഡിജിറ്റ്. ഇതെന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 0 ആയാലും 1 ആയാലും നമ്മളത് സിഗ്നിഫിക്കൻസ് ആയിട്ട് കാണത്തില്ല. ശരിക്കും ഇത് 9 ഈക്വൽ ആയിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഒരു വലിയൊരു ഹൈറ്റിയും താഴെ വന്ന പോലെ ഒരു തോന്നലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അപ്പൊ നിങ്ങൾ അടുത്ത സെമിസ്റ്ററിൽ എങ്ങനെയും കയറ്റി ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാൻ നോക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു S1 പേപ്പറിൽ ഒരു ഡിസൈൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. ചില സമയത്ത് എക്സാംസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാമിനകത്ത് ഡിസൈൻ എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാ കൊല്ലത്തെ PYQs അനലൈസ് ചെയ്ത് പോകുമ്പോഴും ചില സമയത്ത് ചില സാറുമാർ ഇടുന്ന ക്വസ്റ്റ്യൻസ് ടഫാണ് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ ചില സമയത്ത് ചില സബ്ജക്റ്റുകൾ എന്താണ്, ഞാൻ ഈ ഒരു സബ്ജക്റ്റിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ തവണ എനിക്ക് പണി കിട്ടിയത്. ബാക്കിയെല്ലാം ഞാൻ മൊത്തം പഠിച്ചിട്ടാണ് പോണത്. അപ്പോഴത്തേക്കും ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാം നമ്മൾ ഡിസൈൻ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ഡിസൈൻ സബ്ജക്റ്റ് എന്താണ്, ക്ലാസ് അത്ര നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല, റെഗുലറായിട്ട് കിട്ടില്ല, കോവിഡും കൂടി ആയിരുന്നു. അപ്പോഴത്തേക്കും ഇതിൻ്റെ എക്സാം തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്ത് PYQ എടുത്തു. PYQൽ ഇന്ന ടോപ്പിക് ഇത്ര ക്വസ്റ്റ്യൻ, ഇത്ര വെയിറ്റേജ്, പാസ്സാകാൻ ഇത്രയും ടാർഗറ്റ്, ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു നല്ലൊരു ഗ്രേഡിലോട്ട് പുഷ് ചെയ്യാൻ ഇത്ര. അപ്പം ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയപ്പോഴത്തേക്കും പേപ്പർ എക്സാക്ട്ലി ചേഞ്ച് ആയി. അതിനകത്ത് വന്നിരുന്ന എല്ലാ പാറ്റേണിനെക്കാട്ടിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് പാറ്റേൺ നമ്മുടെ കയ്യിൽ വന്നു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നടക്കാൻ പോണ ഒരു എക്സാമിനെ പറ്റി നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യരുത്. നടക്കാൻ പറ്റുന്ന ഒരു എക്സാമിന് എന്താണ്, ഒരു അൺസർട്ടൺ ആണ്, ഇത്തവണത്തെ കീം പോലെ മറിയാം. അപ്പം ഇവിടെ വന്നൊരു പ്രശ്നം, പേപ്പർ കയ്യിൽ കിട്ടി, പക്ഷെ പേപ്പർ എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല. അവിടെയാണ് പ്രശ്നം. അവർ പറയുന്ന സ്റ്റാൻഡേർഡ് ബുക്കിൽ നിന്ന് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഒരു എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻ പോലെ അവർക്ക് ബിടെക്കിന് ചോദിക്കാം. അതെല്ലാം സിലബസിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് എന്താണ്, മാറി വരാം. അപ്പോഴത്തേക്കും
ഈ ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് തീർന്നു, ഓണേഴ്സ് എല്ലാം എടുത്തു വെച്ചത് പോയി, ഇനി ഒന്നും നോക്കണ്ട, സപ്ലൈ അടിച്ച് ഇനി അടുത്ത സെമസ്റ്ററിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുമോ സപ്ലൈ കിടന്നു കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും ആ ഒരു മെന്റാലിറ്റിയിലോട്ട് ആ ഒരു പേപ്പർ കൊണ്ട് വെച്ചായിരുന്നു ക്ലാസ് പരീക്ഷ തുടങ്ങി വന്നപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും അറിയത്തില്ല. പക്ഷെ എന്തൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളുണ്ട്, കാരണം ഈ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇങ്ങനെ ഒരു പണി കിട്ടി. അപ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രഷർ കയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് ഒരെണ്ണം എഴുതാൻ അറിയത്തില്ല, നമ്മൾ എന്ത് ചെയ്യാം? എന്നെ സംബന്ധിച്ചിടത്തോളം എഴുതാൻ അറിയത്തില്ല, ഞാനത് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ എഴുതിയതെല്ലാം അറിയുന്നില്ല, എഴുതി കഴിഞ്ഞൊരു പേപ്പർ അവിടെ ഇട്ടിട്ട് ഞാനൊക്കെ ഇറങ്ങിപ്പോകും ഹാളിൽ. അപ്പോഴത്തേക്കും ഇവിടെ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുള്ള പേപ്പർ. ഇപ്പം ഞാനൊരു 15 മിനിറ്റ് ഇങ്ങനെ ചുമ്മാ ആയിരുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അറിയത്തില്ലല്ലോ. പക്ഷെ അവിടെയാണ് ആ ബുക്ക് എന്ന് പറഞ്ഞാൽ ഡിസൈൻ സബ്ജക്റ്റ് ആയിട്ട് ഡിസൈൻ ഡേറ്റ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനൊന്ന് ആലോചിച്ച കാര്യം, പരീക്ഷ സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ബ്ലാങ്ക് ആയി കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളവിടെ വച്ചിട്ട് പോയ സപ്ലി ഉറപ്പാണ്. എഴുതി എന്തെങ്കിലും ഒരു ടീച്ചറിന് മാർക്കിടാനുള്ള ഉണ്ടെങ്കിൽ അവർ മാർക്കിട്ട് തരും. അതായത് എന്തെങ്കിലും എഴുതി വെച്ചാൽ അരമാർക്കെങ്കിലും ഇടാൻ, ഏതെങ്കിലും എഴുതി വെച്ചാൽ ഒരു അരമാർക്ക് ഇട്ട് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേറ്റ ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യനിൽ കിടന്ന പോയിന്റ്സ് എടുത്ത് വെച്ചിട്ട് ഡേറ്റ ബുക്കിൽ ഇക്വേഷൻസ് ഉണ്ട്, ഇക്വേഷൻസ് വെച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അങ്ങനെ ആ പേപ്പർ എഴുതിയപ്പോൾ അവിടെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അവിടെ വെച്ച് നിർത്തിപ്പോയിരുന്ന സപ്ലൈ ആണേ. പക്ഷെ അങ്ങനെ ഇരുന്ന് എന്താണ് ലാസ്റ്റ് മൊമെന്റിലും നമ്മൾ എന്താണ് എഴുതുന്നത് അത്ര എഴുതി തീർക്കുക, ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എന്തൊക്കെ പറ്റും. ഒരു 15 മിനിറ്റ്സ് എക്സ്ട്രായും കൂടി കിട്ടി. പേപ്പർ കളക്ട് ചെയ്യുന്ന ലാഗ് ചെയ്തത്, കാരണം എക്സാം പാടേണ്ട ഇൻവിജിലേറ്റർ കുറച്ച് സമയം തന്നു. ആ ഒരു സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി എന്താണ് പെട്ടെന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു. അതായത് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 2 പാർട്ട് എഴുതി തീർക്കാനുള്ള സമയം കിട്ടി. 3ാമത്തെ പാർട്ട് എനിക്ക് കിട്ടിയതില്ല. ഇതെല്ലാം ഡേറ്റ ബുക്കിലായതുകൊണ്ട് 4 മാർക്ക് അടിച്ച് കിട്ടുകയും ചെയ്തു. കാരണം 3 ഡിഫറെന്റ് തിങ് 2 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അപ്പോഴത്തേക്കും ഡേറ്റ ബുക്കിനകത്ത് ഇക്വേഷൻ എല്ലാം ഉണ്ട്, തപ്പി എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ ബുക്ക് വെച്ച് ചെയ്യാം. ഡേറ്റ ബുക്ക് എന്താണ് കുറച്ച് ഡിസൈനിങ് പാർട്ടാണ്, അത് നിങ്ങൾക്ക് എന്താണ് ഡേറ്റ ബുക്ക് വരുമ്പോൾ പഠിക്കും നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ. അപ്പോഴത്തേക്കും ഡേറ്റ ബുക്കിന്റെ ഹെൽപ്പോടുകൂടി ഈ ഒരു പേപ്പർ എഴുതി വെച്ചു. സ്റ്റിൽ അറിയത്തില്ല, കാരണം അറിയാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ജയിക്കും എന്നുള്ളത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എക്സാം ടഫ് ആയതുകൊണ്ട് എല്ലാം ലിബറൽ ആയിരുന്നു, അതുകൊണ്ട് എനിക്കൊരു A ഗ്രേഡോടുകൂടി ആ സബ്ജക്റ്റ് ഫിനിഷായി. അപ്പോഴത്തേക്കും ആദ്യത്തെ പരീക്ഷയായിരുന്നു ഈ ഫ്ലോപ്പ് ആയത്. അപ്പൊ ആദ്യത്തെ പരീക്ഷ ഫ്ലോപ്പ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്തോന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കും നമ്മളിനി പാടായിരിക്കും, ജയിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഒരു മെന്റാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പരീക്ഷയെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. അപ്പൊ ഞാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി, അപ്പൊ നമ്മൾ എന്താണ് ലാസ്റ്റ് എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ഇതിനോടുള്ള മെന്റാലിറ്റി തന്നെയായിരിക്കും വരുന്നത്. ഇവിടെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിച്ചു ഇത് പഠിക്കുകയായിരിക്കും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ആലോചിക്കും, കാരണം ഇത് ടഫ് ആയിരുന്നല്ലോ. പിന്നെ വെച്ചാൽ സപ്ലൈ അടിക്കുകയാണെങ്കിൽ പോട്ടെ, ഒരൊറ്റ സബ്ജക്റ്റിലെ സപ്ലൈ അടിക്കത്തുള്ളൂ. ബാക്കി 5 കൂടി പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും 6 സബ്ജക്റ്റിൽ. അപ്പോൾ ഈ 5 എണ്ണവും നല്ലപോലെ പഠിച്ച് ഇതിന്റെ CGPA ഉയർത്തിയത് കൊണ്ടാണ് ഈ ഒരു സെമ്മിൽ പിടിച്ചിരിക്കാൻ പറ്റിയത്. കാരണം അതിന്റെ ഗ്രേഡ് എത്ര താഴെ പോയിരുന്നെങ്കിലും അത് ബാലൻസ് ആയി പോയേനെ. കാരണം എന്താണ് ബാക്കി സബ്ജക്റ്റുകൾക്ക് എന്താണ് ഓൾമോസ്റ്റ് ഫുൾ മാർക്കിന് അടിച്ചു കിട്ടി. അതായത് ഒരു പരീക്ഷ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പരീക്ഷകൾ എന്താണ് അത്രയും നല്ലപോലെ എഴുതുക. അപ്പോൾ അതാണ് ഈ ഒരു സെമിസ്റ്ററിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. ഈ ഒരു സെമിസ്റ്ററിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പറിനെക്കാട്ടിലുപരി ഒരു സാധനം നമ്മുടെ സിറ്റുവേഷനിൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടാക്ടിക്സ് അനുസരിച്ച് അവിടെ നിന്ന് എന്താണ് ഒരു കാര്യം വർക്ക് ചെയ്തില്ലെങ്കിൽ വേറെ രീതിയിലോട്ട് അതിനെ വർക്ക് ചെയ്ത് ആ ഒരു സമയത്ത് എങ്ങനെയും ആക്ട് ചെയ്യും. കാരണം ചുമ്മാ ഇരുന്നെങ്കിൽ എന്താണ് സപ്ലി വീണാനെ. അപ്പൊ ഈ ഒരു സെമിസ്റ്ററിൽ ഒരു പ്രത്യേകത ഒരു സപ്ലി ഒഴിഞ്ഞു കിട്ടിയ ഒരു സെമിസ്റ്ററാണ്. ബാക്കി ഇന്നേ വരെ ഇത്രയും പേപ്പർ എഴുതിയാലും ഇവിടെ പ്രോജക്റ്റ് കുറച്ച് പണിയായിരുന്നു, പ്രോജക്റ്റ് ഒന്നും ആയില്ല, കോവിഡ് ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഇന്നേ വരെ എഴുതിയതിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഏത് പേപ്പർ വന്നാലും 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. കാരണം എല്ലാം അറിയാം, എല്ലാ മൊഡ്യൂളും പഠിച്ചിട്ട് പോണ ഒരാളാണ്. അപ്പൊ എങ്ങനെ പോയാലും ജയിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷെ ഇവിടെ ഈ S7 എന്ന് പറയുന്ന ഈ 7th സെമിസ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ തോക്കുമോ എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ സെമിസ്റ്ററിൽ കിട്ടിയൊരു സ്പെഷ്യാലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് ഈ 3 CGPA കൊണ്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഒരു CGPAയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ജോബ് അല്ലെങ്കിൽ നിങ്ങളെ CGPA കാണുന്ന ഒരാൾ നിങ്ങളെ എന്ത് ചെയ്യും ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്കെയില് താഴോട്ടാണോ മുകളിലോട്ടാണോ പോകണോ, അതോ നമ്മളൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണോ. ഈ ഒരു കാര്യവും നിങ്ങളുടെ CGPA നിങ്ങൾക്ക് എന്താണ് ഒരു ജോബിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഞാൻ എവിടെയെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തകർത്ത് കാണാം. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങൾക്ക് പണിയില്ലാത്തൊരവസ്ഥ വരത്തില്ല നല്ലൊരു CGPA ഉണ്ടെങ്കിൽ. അതെന്താണ് അഷ്വറൻസ് ആണ്, നിങ്ങൾക്ക് എന്താണ് ഒരു ജോലി ഇല്ലാത്ത അവസ്ഥ വരത്തില്ല. ഇനിയെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യുമുലേറ്റീവ് CGPA ഇത്രയായിരുന്നു 9.52. അപ്പോഴത്തേക്കും ഇതൊക്കെയാണ് ഇനിയും ബേസിക് ആയിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക ബിടെക്കിന് പോകുമ്പോഴത്തേക്കും.